വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് കോടികളുടെ തട്ടിപ്പ് നടത്തിയ യുവാവിനെ മാന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തു. മാന്നാർ സ്വദേശി ഹനീഫാണ് അറസ്റ്റിലായത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് നിരവധി പേരിൽ നിന്നും കോടികൾ തട്ടിയെടുത്ത യുവാവിനെ മാന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തു. മാന്നാർ സ്വദേശിയും ഇരമത്തൂർ ഐക്യര ജംഗ്ഷന് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന ഹനീഫാണ് അറസ്റ്റിലായത്. ഞങ്ങളുടെ പിള്ളേരെ കൊണ്ടുപോകാന്ന് പറഞ്ഞ് ഈ ഹനീഫയുടെ ഒരു ഏജന്റ് പോലെ ഞങ്ങളുടെ അയൽവക്കത്തൊരുത്തം വന്നതാണ്. അയൽവക്കത്തൊരുത്തം ഞങ്ങൾക്ക് അടുത്ത വീട്ടിലെ പെണ്ണ് ആങ്ങളെയാണെന്ന് പറഞ്ഞൊരുത്തം വന്നിട്ട് ഈ പൈസ ഇപ്പൊ കൊടുക്കുക 15 ദിവസത്തേക്ക്. ഇപ്പൊ എറണാകുളത്ത് പിള്ളേർക്ക് ജോലി ഉണ്ടായിരുന്നു. 25,000 രൂപ ശമ്പളത്തിന് ജോലി ചെയ്തിട്ടിരുന്ന പിള്ളേര് 15 ദിവസത്തേക്ക് ഗൾഫിന് വിടാമെന്നും പറഞ്ഞ് ഇവര് വരുത്തിയിട്ട് ഇപ്പൊ പൈസ അത് കഴിഞ്ഞ് ഓരോ ആഴ്ചയിലും ഇങ്ങനെ പൈസ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക. ഇതിനാണ് വിസ ഉണ്ട്, ടിക്കറ്റ് ഉണ്ട്, ഇതിനാണെന്ന് പറഞ്ഞ് പൈസ ഇങ്ങനെ മേടിച്ചോണ്ടിരുന്ന ഇത്രയും 1 ലക്ഷത്തി ഈ ഏജന്റ് കൊടുത്ത കൂട്ടി 1,32,000 രൂപ കൊടുത്തിട്ടുണ്ട്. ഏജന്റ് 30 കൊണ്ടുപോയി ആ ബാക്കി അയാൾ ഇട്ട് തരാമെന്നും പറഞ്ഞ് 91,000 രൂപയുടെ 91,500 ചെക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ചെക്ക് കൊണ്ട് ബാങ്കിൽ ചെന്നിട്ട് യാതൊരു രക്ഷയില്ല. ഇയാൾ കേരളത്തിൽ മൊത്തം ഉടായ്പ കാണിക്കുന്നത്, കേരളം മുഴുവൻ. മുണ്ടക്കയം എരുമേലി 60 ലക്ഷം രൂപ ഉണ്ടെന്ന്. പിന്നെ മുണ്ടക്കയത്ത് നിന്ന് ആരണ്ടൊക്കെ പറ്റിച്ചിട്ടുണ്ട്. ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് മേടിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അത് നമുക്കറിയത്തില്ല. ഇങ്ങനെ അവരുടെ വീട്ടിൽ ചെന്ന് പരിസരത്തുള്ളവരെ പറയും. അപ്പൊ ഇയാളുടെ പേരിൽ ഒരു സ്വത്തുമില്ല, ഒന്നുമില്ല. ഒരു 5 പൈസയുടെ ആവശ്യമുള്ളവരുണ്ട്. ഒരു വണ്ടി കണ്ട് ഇവിടെ കിടക്കുന്നത്, അത് കാർ വാടകയ്ക്ക് എടുത്തെന്ന് പറയുന്നത്. ഞങ്ങളിപ്പോ 50 രൂപ അടിച്ചു നോക്കി. ഇയാളെയൊന്നും അല്ല കാർ. അയാൾ ഉടായ്പിന്റെ ഉസ്താദാ. ഇയാൾ ഞങ്ങളെ പറഞ്ഞു പറ്റിക്കഴിഞ്ഞു. ഇത്രയും ദിവസം ഞങ്ങൾ കേസ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഈ കേസ് കൊടുക്കാൻ ഞങ്ങൾ പോവാന്ന് പറയുന്നുണ്ട്. ചെക്ക് കൊടുക്കാൻ ബാങ്ക് സബ്മിറ്റ് ചെയ്യുക പറഞ്ഞാൽ അന്നേരം ഇയാള് പറയും അങ്ങനെ ചെയ്യരുത്, നാളെ ഞാൻ പൈസ ഇടും. ഇപ്പൊ ചെക്ക് തന്നിട്ട് ഏതാണ്ട് 1.5 മാസം കഴിയും. അപ്പൊ നാളെ പൈസ ഇടും എന്ന് പറഞ്ഞ് ഞങ്ങളെ ഇങ്ങനെ പിന്തിരിപ്പിച്ചിട്ട് കേസ് കൊടുക്കാൻ പോകുമ്പോഴും ഇത് തന്നെ അവസ്ഥ. ഓരോ ദിവസം കഴിയുന്നവരും ഇങ്ങനെ പിന്തിരിപ്പിച്ച് ഇയാൾ ഇനി കേരളത്തിൽ ഒരുത്തരെ വഞ്ചിക്കരുത്. ഞങ്ങളുടെ ആഗ്രഹം അതേ ഉള്ളൂ. ഖത്തറിലെ AHT എന്ന കമ്പനിയിലേക്കും ഷാർജയിലെ മംഗളം ഗ്രൂപ്പ് ഓഫ് കമ്പനിയിലേക്കും ഡ്രൈവർ, സൂപ്പർവൈസർ, സെയിൽസ് എക്സിക്യൂട്ടീവ്, സ്റ്റോർ കീപ്പർ, ഓട്ടോമൊബൈൽ മെക്കാനിക് തുടങ്ങിയ തസ്തികകളിലേക്ക് ജോലി വാഗ്ദാനം ചെയ്താണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നും സ്ത്രീകൾ ഉൾപ്പെടെ 200ഓളം പേര് തട്ടിപ്പിനിരയായതായിട്ടാണ് അറിയുന്നത്. സമൂഹ മാധ്യമങ്ങൾ വഴിയും ഇടനിലക്കാർ വഴിയും ഉദ്യോഗാർത്ഥികളെ കണ്ടെത്തി വിദേശ കമ്പനികളുടേതെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഓഫർ ലെറ്ററുകളും മറ്റും നൽകി ഘട്ടം ഘട്ടമായി കോടിക്കണക്കിന് രൂപ തട്ടിയെടുക്കുകയായിരുന്നു. പണം നൽകിയവർ മാസങ്ങൾ കഴിഞ്ഞിട്ടും വിസ കിട്ടാത്തതിനെ തുടർന്ന് ബന്ധപ്പെട്ടപ്പോൾ ഉടൻ തന്നെ എല്ലാം ശരിയാകുമെന്ന് മറുപടിയും ലഭിച്ചു. എന്നാൽ പിന്നീട് ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തതായി മനസ്സിലാക്കി. ഇതിനെ തുടർന്ന് പണം നഷ്ടപ്പെട്ടവർ അനീഫിനെ അന്വേഷിച്ച് പലതവണ മാന്നാറിലെ വാടക വീട്ടിലെത്തിയെങ്കിലും കാണാൻ സാധിച്ചില്ല. തുടർന്ന് ഇവർ വീടിന് മുൻപിൽ നിലയുറപ്പിച്ചു. ഇതറിഞ്ഞ ഹനീഫ് കൂടെയുള്ള സഹായികളുടെ ഫോണിൽ നിന്നും ഇവരെ ബന്ധപ്പെട്ട് താൻ അടുത്ത ദിവസം തന്നെ നാട്ടിലെത്തുമെന്നും പണം ഉടൻ തന്നെ തിരികെ നൽകാമെന്നും പറഞ്ഞെങ്കിലും ഇവർ വഴങ്ങിയില്ല. തുടർന്ന് ഇവരെ കേസിൽപ്പെടുത്തുമെന്നും പണം ലഭിക്കുകയില്ലെന്നും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി തട്ടിപ്പിനിരയായ ആളുകൾ പറഞ്ഞു. ഇതോടെ പണം നഷ്ടപ്പെട്ടവർ മാന്നാർ പോലീസിനെ സമീപിക്കുകയായിരുന്നു. ചെന്നിത്തല സ്വദേശി ജിതിൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് മാന്നാർ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ ആഡംബര ജീവിതം നയിച്ചു വരികയായിരുന്ന പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രതി ഉപയോഗിച്ചിരുന്ന ആഡംബര കാറും പുതിയ റോയൽ എൻഫീൽഡ് ബുള്ളറ്റും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കൂടാതെ പ്രതി താമസിച്ചിരുന്ന തിരുവനന്തപുരത്തെയും മാന്നാറിലെയും വാടക വീടുകളിൽ നിന്നും നിരവധി ആളുകളുടെ പാസ്പോർട്ടുകളും ഓഫർ ലെറ്ററുകളും വ്യാജരേഖകൾ തയ്യാറാക്കിയിരുന്ന പ്രിന്ററും പോലീസ് കണ്ടെടുത്തു. മാന്നാർ പോലീസ് സബ് ഇൻസ്പെക്ടർ അഭിരാം CS, ഗ്രേഡ് SI സുദീപ്, ASI റിയാസ്, സീനിയർ CPOമാരായ സുധീഷ്, അജിത്, CPOമാരായ ഹരിപ്രസാദ്, അഭിരാം എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രതി പിടിയിലായതറിഞ്ഞ് തട്ടിപ്പിനിരയായ നിരവധി പേരാണ് മാന്നാർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത്. ഇയാൾക്കെതിരെ സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതായി പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മാന്നാർ.